ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നിൽക്കുന്ന മൈൻക്രാഫ്റ്റിന്റെ ഒരു കിടിൽ എപ്പിസോഡ് ആയിട്ടാണ് guys. അപ്പൊ നമ്മുടെ ഇത്രയും ദിവസത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കണം guys. നമുക്ക് എന്തായാലും ഇന്ന് എൻഡ് പോർട്ടലും കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് അങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മ എൻഡ് മറ്റേ സ്ട്രോങ് ഹോൾഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് guys. നമ്മ ഒരുപാട് ദൂരമൊക്കെ നടന്ന് ഇങ്ങനെ വന്ന് 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 അധികം ദൂരമൊന്നും ഉണ്ടായില്ല, ഇത്തിരി ദൂരം നടന്നോളൂ. പിന്നെ ഇത്തിരി വഴിയായിരുന്നു. അന്ന് നമ്മ ഈ ബോട്ട് വെച്ച് തന്നെ ഇതാക്കി വന്ന് ഇപ്പൊ നമ്മ ഫുള്ളായിട്ട് പ്രിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മ ഇങ്ങോട്ട് വന്നേക്കണത്. എൻ്റെ ഇനി 11 വയസ്സ്. എൻ്റെ ഇവിടെ വെച്ച് ഇങ്ങോട്ട് വന്നപ്പോ എന്തോ 15 കൊണ്ടുവന്നത്. ഒരെണ്ണം ഞാൻ മറ്റേ എൻ്റെ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച്. അതിന്റെ അകത്താണ് ഈ നിറച്ച് സാധനങ്ങളാണ്. ഞാൻ കാണിച്ചുതരാം. അതെ, നോക്കിയത് നിറച്ച് സാധനങ്ങളായിട്ട് എടുത്ത് റോക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 17 സെസ്റ്റും കാര്യങ്ങളും വെച്ചാണത്. നമുക്ക് മറ്റേ ശർക്കർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇതിനകത്തോട്ട് ഇനി എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം. നോക്കട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും എൻഡിലോട്ടും കാര്യങ്ങളും കയറാൻ നമ്മ എന്തായാലും ഇവിടെ മാർക്ക് കിട്ടിയല്ലേ, മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അതേത് കാരണം നമ്മുടെ ഫ്രീ ക്യാം ഉണ്ടല്ലോ, ഏത് നമ്മ അങ്ങനെ നോക്കി അടിയിലോട്ട് നേരെ പോയപ്പോ ഇതാണ് നമ്മുടെ എൻ്റെ സിറ്റി. ഓ, ഇവിടെ ഒരെണ്ണമുണ്ടല്ലേ, ഞാൻ നോക്കിയില്ലായിരുന്നു. ഇവിടെ ഒരെണ്ണമുണ്ട്, കറക്റ്റായിട്ട് ഒരെണ്ണം തന്നെ ഉണ്ട് ഇവിടെ. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കുഴിച്ച് തന്നെ മേളിലോട്ട് പോവാം. പിന്നെ നമ്മുടെ പിക്കാക്സ് ആക്സ് എല്ലാം നമ്മ മെൻഡിങ് അല്ല, എൻജാൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് ടോട്ടൊന്നുമില്ല. നമ്മുടെ ടോട്ടത്തിന് വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് വെക്കാൻ പോണത്. അപ്പൊ ഫൈറ്റിന് മുമ്പ് നമുക്ക് എന്തായാലും കുഴിച്ചുടങ്ങാൻ. അടിയിലോട്ട് എന്തായാലും നേരെ ഒന്ന് കുഴിച്ച് ഇത് അധികം ദൂരമൊന്നുമില്ല, ഈ പെട്ടെന്ന് തന്നെ എത്തും. ഇങ്ങനെ വെറുതെ ഒന്ന് കുഴിച്ചുകൊണ്ട് നിന്നാ മതി. ഇത് അധികം ദൂരമില്ലാത്തൊരു സ്ട്രോങ് ഹോൾഡാണ്. അല്ലെങ്കിൽ നമ്മ എപ്പോഴും സ്പോൺ ആവുന്ന ഡീസ്ലൈറ്റിന്റെ ഇതിലൊക്കെ ആയിരിക്കുള്ളൂ. നമുക്കൊന്നും നോക്കണ്ട, നേരെ തന്നെ വിളിച്ചോ. എത്തിയിട്ടുണ്ട്. ഇത് പൊട്ടിക്ക. എന്നിട്ട് വിമാന അടിച്ച് ഇത് ഒരു ഡ്രാഗനെ കൊല്ലാൻ വന്ന ഒരുത്തനോടാണ് ഇവന്മാര് കളിക്കുന്നത്. ആ, ഇപ്പൊ സെറ്റാണ്. നമുക്ക് എന്തായാലും ആദ്യം ഇത് വെച്ചിട്ട് ഏയ്, എന്ത് കൈയൊക്കെ കിടയ്യ്. 1 2 3 4 5 6 7 8 9 10 11. ഒരെണ്ണം കൂടി എവിടെ? അയ്യോ അയ്യോ അയ്യോ, എന്റെ ഒരെണ്ണം പോയി എവിടെ? അയ്യോ, ഒരു എൻ്റർപേഡ് പോയി. എങ്ങാട്ട് പോയി? കറക്റ്റ് ഉണ്ടായതല്ല. 6 6 12 എന്റെ 11 ഉണ്ടായി. ഇവിടെ ഒരെണ്ണം ഉണ്ടായി. ഏ ഏ ഒരെണ്ണം ചിലപ്പോ ഞാൻ ഇങ്ങനെ അറിയാണ്ട് ക്ലിക്ക് ചെയ്തപ്പോ പോയിട്ടുണ്ടാവും, തെറിച്ച്. ശേ, അങ്ങനെയല്ലേ പറ്റിയിട്ടുണ്ടാവും. ഞാൻ അത് മണ്ടത്തിലേ കാണിക്കുള്ളൂ. പക്ഷെ എന്റെ ഒബ്സിഡിയൻ ഉണ്ട്. ഒരു പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഇവിടെ തന്നെ. നമുക്ക് എന്തായാലും ആദ്യം പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെയൊക്കെ ലാവാപ്പൂള. ഓക്കെ, ഞാൻ എന്തായാലും പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് ബ്ലേസ് റോഡും കളക്ട് ചെയ്യണം. എൻട്രപ്പേഡ് ഒപ്പിക്കാൻ പണിയില്ല, പക്ഷെ ബ്ലേസ് റോഡും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാനാണ് ഇത്തിരി പണിയായിട്ടുള്ളത്. കത്തിച്ചു കൊടുക്കാം. എന്തായാലും പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റീസ്പോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സിസ്റ്റം എവിടെ? ഇതിന്ന് ഈ ചെസ്റ്റ് കൊടുത്ത് ഇവിടെയും വെച്ച് എന്നിട്ട് നമുക്ക് ഈ ആരോ മൊത്തം ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നോക്കാം എന്താ സംഭവം എന്നറിയാലോ. എവിടെ നമ്മ സ്പോണാവാ? നമ്മ ഫോട്ടോസിന്റെ അകത്ത് പോയാ ഏയ് ലക്ക്. ഏ വാട്ട് അമ്മ ഏതൊരു ഫോട്ടോസിന്റെ അടുത്ത് വന്ന് ചെയ്ഫല്ല 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 ചെയ്ഫല്ല. വാട ധൈര്യം ഇങ്ങോട്ടോടാ നീക്കം. ഇവിടെ പേടിച്ചിരിക്കണം അമ്മായി. ഞാനപ്പോ എന്തായാലും ബ്ലേസോടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യട്ടെ guys. എന്നിട്ട് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യാം. ഇത് സമയം ഒന്നും എടുക്കൂല. എന്നാലും ഒന്ന് 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 മതി. തന്നു ഐ, നീ പോടാ. എന്തടാ നീക്ക്? എന്തടാ അടിക്കടാ? നീ എന്നെ അടിക്കടാ. ഹെഡ് ഡ്രോപ്പ് ചെയ്ത? ഇല്ല, എന്റെ സോള് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, നമ്മെന്തോ ലക്കിനെന്തോണ് ഗൈസ്. എന്തോന്ന് ബേസ് റോഡിന്റെ ഇത് ഇവിടെയല്ലേ? നമുക്ക് 2-3 കളക്ട് ചെയ്തിട്ടും പോയാല എപ്പൊടി? ഓ, നമ്മുടെ പോർട്ടിന്റെ ഇവിടെ തന്നെയുണ്ട്. നമ്മ അതിനെ അണ്ണാക്കിലാണ് സ്പോൺ ആയത്. എന്തോ ലക്കുണ്ട് നമുക്ക്. ഇപ്പൊ നമുക്ക് എന്തായാലും ഡ്രാഗനെ കൊല്ലാൻ പറ്റും എന്നാണ് എന്റെ പ്രതീക്ഷ. വാട നീ വാട 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 വാട. ഇതെന്തേ നമ്മടാ ഇത് നമ്മടെ ഇതല്ലേ ഗൈസ്? ഏക മിനിറ്റ്.
മിനിറ്റ് ഗായ്സ്, ഞാനിപ്പാനെവിടെയോ ഗായ്സ്. ഇത്രയൊക്കെ അടുത്താ ഇതേ നമ്മ വെച്ച വഴി. എടേ നമുക്ക് ലക്ക്, ഇത്രയൊക്കെ ലക്ക് ഉണ്ടായോ നമുക്ക്? നമ്മൾ വീട്ടിലോട്ടെത്തലിപ്പാ. ഛേ, വെറുതെ ഇതായി. അപ്പൊ ഹോട്ടലെടുത്ത് മേളിലോട്ടും കൂടി വെച്ചാൽ മതി, നമുക്ക് രക്ഷപ്പെട്ടു. നമ്മ എന്തായാലേ ഇത് ഫുള്ള് ലൂട്ട് ചെയ്യാൻ നിൽക്കും. ഓക്കെ, ഈ സമയം ഹോട്ടലും കാര്യങ്ങളൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മ ഇവിടെ ഇതൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ എമറാൾഡ് അവിടെ കൊണ്ടുവന്നു. അതുപോലെ ഇനി ബ്ലോക്കും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത്ര മതി. ബാക്കി നമുക്ക് ഉറങ്ങിയിട്ടൊക്കെ പോവാം. അന്ന് ക്ഷീണം ഭയങ്കര, ഇത്തരം ദൂരം നടന്നായില്ലേ, അപ്പോൾ ക്ഷീണം. അപ്പോൾ ഉറങ്ങിയിട്ട് എണീറ്റ് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാടാം. എൻ്റെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിലെ ആദ്യത്തെ ഡ്രാഗനെ കൊല്ലലാണ്. മൾട്ടിപ്ലെയറിൽ ഞാൻ ഇതിനു മുമ്പ് കൊന്നിട്ടുണ്ട് 2 ദിവസം മുമ്പ്. 1 വർഷമായി ഞാൻ ജാവ എഡിഷൻ കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ സർവൈവൽ. അത് ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ ആദ്യത്തെ ഡ്രാഗനെ കൊല്ലല്. ഇതിനു മുമ്പ് ഞാൻ മൾട്ടിപ്ലെയറിൽ 2 ദിവസം മുമ്പ് കൊന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എടുത്ത് ചാടാം. എവിടെയാണ് സ്പോൺ? വല്ല കൂടിൻ്റെ അകത്തായാൽ മതിയായിരുന്നു. പുറത്ത് നശിപ്പിച്ച്. എന്നാലും കുഴപ്പമില്ല, അടുത്തൊക്കെ തന്നെ അവന്മാർ നോക്കണ്ട, സേഫ് അല്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് തന്നെ പോവാ, അതായിരിക്കും സേഫ്. ഓക്കെ, ഇനി നമുക്ക് ഫൈറ്റ് തുടങ്ങാം. ഞാനെന്തായാലും റെക്കോർഡ് ചെയ്യാനുള്ള റീപ്ലേ എടുത്ത് വെച്ചോളാം. റെക്കോർഡ് ചെയ്താൽ വായി തോന്നിയതൊക്കെ വിളിച്ചോളാം. ഗൈസ്, ഇവന് ഇറങ്ങി മഞ്ഞില്ല. എന്ത് ചെയ്യാനോ, വെട്ടിക്കോ അല്ലാന്തരുതായിട്ട് ഇറങ്ങി വാട നീങ്ങാട്ട് തുപ്പിയാ വന്നിട്ടില്ല. തുപ്പാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. തുപ്പരുത്. ബാബാ അടി ഒന്നും നോക്കണ്ട, അടിച്ചോ. ഒന്നും നോക്കണ്ട, അടിച്ചോ. പകുതി ഹെൽത്ത് ആക്ക്. അടി ഒക്കെ കൂടി അടി. അങ്ങ് അടിച്ചോ. അടിക്കടൊക്കെ കൂടി ചേർന്ന് എന്നെ പറപ്പിക്കല്ലേ. പകുതി ഹെൽത്ത് പറിപ്പിച്ച്. കുഴപ്പമില്ല. ഇവിടെ തന്നെ നിൽക്കണം. പോവരുത്. ഇത്തിരി പോ. അമ്പട്ടിട്. അമ്പും വില്ല കില്ലാടി കുഞ്ഞാപ്പി. അടി. കൊണ്ട് പകുതി. ഒട്ടുമില്ല ഇനി. 1 ഇഞ്ച് തോണ്ടാ മതി. ചത്ത്. ഇപ്പൊ അമ്പട്ട് അടുത്ത സ്മൈറ്റിലും ചാവേണ്ടതാ. എനിക്ക് അമ്പുകൊണ്ട് ചത്താ മതി. ചതിക്കണം. തുപ്പാതെ പോണം. Free the end. Yeah. Free the end. പിന്നെ speed. SP ഇങ്ങോട്ട് ഇട്. speed. മൊത്തം SP എനിക്ക്. എവിടെ? വാ. SP മൊത്തം എനിക്ക്. വാ. എഗ് എവിടെ? പോയി. അത് സ്പോണിൽ പോയിട്ടുണ്ടാവും. ഹെഡാ? ഇതിപ്പോ കിട്ടുമോ? ഇങ്ങനെ ഇട്ടത് ഹെഡ് ഡ്രോപ്പിന്റെ മോഡ് ഇട്ടല്ല. ഇതെങ്ങനെ കിട്ടി? ഡ്രാഗൺ ഹെഡൊക്കെ കിട്ടി. റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ? എങ്ങനെയോ കിട്ടി എനിക്ക്. ഇങ്ങനെ കൊന്നപ്പോ കിട്ടിയതാ. അതെന്തായാലും നമ്മുടെ സ്പോണിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. മറ്റേ എഗ്ഗും കാര്യങ്ങളും അവിടെ പോയി എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ. അല്ലെങ്കിൽ ഉണ്ടായി ഞാൻ എടുത്തോളാം. അതെന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡും കാര്യങ്ങളും നമുക്ക് ലേറ്ററും കാര്യങ്ങളൊക്കെ പോയി എടുക്കണം. അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് ആക്കള ഈ സമയം ഓഫ് ക്യാമറയും കാര്യങ്ങളൊക്കെ പോയിക്കോളാം. അതിന്റെ ഒരു ചെറിയ റീപ്ലൈ മോഡും കാര്യങ്ങളൊക്കെ കിട്ടോളാം. ഇതും കാണിച്ച് നിങ്ങൾ ബോറൊന്നും അടിപ്പിക്കാനുള്ള. നമ്മൾ എന്തായാലും ലേറ്ററും കാര്യങ്ങളും ഓഫ് ക്യാമറയും കാര്യങ്ങളും എടുത്തോളാം. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ വീഡിയോ കാര്യം ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ. അപ്പോൾ എൻ്റെ ഫൈറ്റും കാര്യം ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക ഐസ്. അപ്പോൾ ഇന്ന് എൻ്റെ മൈൻക്രാഫ്റ്റ് എൻ്റെ കൂടെ ഉണ്ടായി. കാരണം നമുക്ക് മറ്റേ എൻ്റെ കാര്യം തികഞ്ഞില്ല. തന്നെ നമുക്ക് മൈൻക്രാഫ്റ്റ് ഫോട്ടോസ് ഉള്ളടുത്ത് തന്നെ നമ്മുടെ എന്തോന്നായിരുന്നു ഹോട്ടലും കാര്യങ്ങൾ സ്പോൺ ചെയ്ത്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ ഹോട്ടലിലോട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായി. അങ്ങനെ നമുക്ക് ഈ ഹെഡ് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും മൈൻക്രാഫ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.